ഹായ് ഓൾ, എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് കാത്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി ഇൻ കേരളയുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മുടെ കാറ്റഗറി നമ്പർ 276/2024 എക്സാമിന്റെ ഓൾറെഡി കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ്. എക്സാം ഡേറ്റ് 18/8/2025 ഓഗസ്റ്റ് 18. അപ്പോൾ PSCയുടെ ഭാഗത്തുള്ള അപ്ഡേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്ഡേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ അറിയാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് കോമ്പറ്റീഷൻ വളരെ കുറവായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. നമ്മൾ പറയും വേക്കൻസീസ് കുറവായതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറവാണ്. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കൺഫർമേഷന് മുമ്പ് നമ്മുടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 8198 ആയിരുന്നു. എന്നാൽ കൺഫർമേഷന് ശേഷം, കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കൺഫർമേഷന് ശേഷം ഈ പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 5027 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്പർ ഓഫ് ഇൻവാലിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 3171 അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അതിലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 5027 ആണെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞത് കൂട്ട് തന്നെ വേക്കൻസീസ് ഒറ്റ വേക്കൻസിയാണ് യൂണിവേഴ്സിറ്റി കേരളയെ വിളിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഡ്വൈസുകൾ ഉണ്ടാകാം. അപ്പോൾ 5027 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നേരത്തെയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് നോക്കിയാലും ഇതിനടുത്ത് തന്നെയുള്ള കോമ്പറ്റീഷൻ ലെവലാണ് കണ്ടുവരുന്നത്. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു നല്ല പോസ്റ്റിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. ഈ 5027 നിന്നുമാണ് നമ്മൾ ഒരു പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്നത്. പക്ഷേ ആ മത്സരത്തിന്റെ കാഠിന്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഫണ്ടമെന്റൽ സിലബസ്, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോർ സബ്ജക്ട്സ് അടങ്ങിയതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. 8 ചാപ്റ്റേഴ്സ് അല്ലെ 8 മൊഡ്യൂൾ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ഒരു പ്രൊപ്പഗേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ എല്ലാ സബ്ജക്റ്റും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമോഡൈനാമിക്സ്, തെർമൽ എഞ്ചിനീയറിംഗ്, ദെൻ തിയറി ഓഫ് മെഷീൻസ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ്, പ്രൊഡക്ഷൻ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്ട്സും വന്നിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ 5027 നിന്നാണെങ്കിലും നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും മുൻപിൽ എത്തിച്ചേരാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇടാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പ്ലാനിങ് കറക്റ്റ് ആയിട്ട് മുൻപോട്ട് പോവുക. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു നമ്പറാണ് 5027 എന്ന് പറയുന്നത്. ഏത് എക്സാമിനും നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ബേസ് ചെയ്ത് ആസൂത്രണം ചെയ്ത് വേണം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു നമ്പർ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അത് വെച്ച് മാക്സിമം പ്രിപ്പയർ ചെയ്യുന്ന ഡേയ്സിൽ എല്ലാ സമയവും മാക്സിമം സബ്ജക്ട്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാദമി ഈ പറയുന്ന ഓൾറെഡി അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ 3 അസിസ്റ്റന്റ് എഞ്ചിനീയർ വേക്കൻസീസ് ആണ് നമ്മളെ PSC വിളിച്ചിരുന്നത്. അതിലെ ഒരു എക്സാം ആണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 2 എക്സാംസ് പുറകെ വരുന്നുണ്ട്. അടുത്തടുത്ത മാസങ്ങളിൽ നവംബർ മാസങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഏണസ്റ്റ് അക്കാദമി കോഴ്സ് തയ്യാറാക്കി അതിപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈവ് ക്ലാസ്സസും അതുകൂട്ട് തന്നെ മോഡൽ എക്സാംസും ഡെമോ ക്ലാസ്സസും കൂടാതെ നമ്മുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി റാങ്ക് നേടിയിട്ടുള്ള വ്യക്തികൾ നയിക്കുന്ന മെന്റർഷിപ്പാണ്. അതിനെ ബേസ് ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റും. നല്ല രീതിയിൽ ഇപ്പോൾ വന്ന നമ്പർ അനുസരിച്ച് മാക്സിമം മുൻപിലെത്താൻ, ലിസ്റ്റിൽ മുൻപിലെത്താൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സസിനെ കുറിച്ച് അറിയാൻ വേണ്ടി താഴെയുള്ള ലിങ്ക് ഫോളോ ചെയ്യുക. കൂടാതെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.